തീരുമാനമെടുക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. എന്തായി ആലോചിച്ചോ? എനിക്ക് 3 ലക്ഷം രൂപ ലാസ്റ്റ് വേണം സാർ. ഇനി കല്യാണം നടത്താൻ പണം ചിലവായിട്ടുണ്ട്. എനിക്ക് അത്രക്ക് കൊടുക്കാൻ കഴിയില്ല സാർ. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല സാർ. കഴിയില്ലെന്ന് പറഞ്ഞെങ്ങനെയാ? എനിക്ക് ആ പണം വേണം. താൻ ഇതൊന്നും പറയാൻ ഇതൊരു മാർക്കറ്റല്ല, പോലീസ് സ്റ്റേഷനാണ്. സാർ, എന്റെ ഉപ്പാക്ക് ജോലിയൊന്നുമില്ല. ജോലി ഇല്ലെങ്കിൽ ജോലിക്ക് പോകണം. ആസിഫ്, എന്തായാലും കുറച്ചു കൊല്ലങ്ങൾ ഹസീന നിന്റെ ഭാര്യയായിരുന്നതല്ലേ? നീ ഒരു 2 ലക്ഷം കൊടുക്ക്. സാർ, എനിക്ക് പെട്ടെന്ന് 2 ലക്ഷം കഴിയില്ല. ഇഷ്ടമുള്ളപ്പോൾ കെട്ടിക്കൊണ്ടു പോവുക, മടുത്തു കഴിയുമ്പോൾ ഒഴിവാക്കുക. അതിനൊന്നും നിനക്കൊരു മടിയില്ലാടാ. താനൊന്ന് നിർത്തടോ. ഈ പണി ഞാൻ തുടങ്ങിയിട്ട് വർഷം 19 തനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആൻ കോടതിയിൽ പോയിക്കോ, ഇറങ്ങിക്കോണം ഇവിടെ. ആസിഫേ, നീ എവിടെ പോയി? പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരൂ. സർ നിന്നെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ ആസിഫെ, നിനക്ക് തിരിച്ച് ഖത്തറിലേക്ക് പോവണ്ടേ? സാർ, എനിക്ക് പോകണമോ? നീ 2 ലക്ഷം രൂപ കുട്ടിയുടെ ചെലവിന് മാസം 4000 രൂപയും കൊടുക്കണം. ഇത്രയും ചെയ്താൽ നിനക്ക് സമാധാനമായി പോകാം. സാർ, എനിക്ക് ഇത്രക്കൊമ്പ് കൊടുക്കാൻ കഴിയില്ല. നിനക്ക് അവിടെ ഗവൺമെന്റ് ജോലിയല്ലേ ആസിഫേ? സാർ, എനിക്ക് അവിടെ അത്ര വലിയ സാലറി ഒന്നുമില്ല സാർ. ഞാനൊരു FIR ഇട്ട് അന്വേഷിച്ചാൽ എനിക്ക് കിട്ടും നിന്റെ സാലറി എത്രയാണെന്ന്. നീ കൊടുക്കണം 2 ലക്ഷവും മാസം 4000. സാർ, 4000 എനിക്ക് കഴിയൂല സാറ്. ഞാൻ 2000 തരാം. അതുകൊണ്ട് എന്താവാനാ നീ 4000 കൊടുക്ക്. എനിക്ക് എന്റെ കുട്ടിയെ കാണാൻ സാധിക്കണം. കാണാം. കാണിച്ചു തന്നില്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. നീ 2 ലക്ഷവും മാസം 4000 കൊടുക്ക. ശരി സാർ, ഞാൻ തരാം. നീ ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങി അതിൽ ഇതെല്ലാം എഴുതണം. എന്നിട്ട് ആ അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ മാത്രം സ്വർണ്ണ കൈമാറിയാൽ മതി. അത് കഴിഞ്ഞ് ആ അഗ്രിമെന്റ് നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാണിക്കണം. ശരി, എന്നാ നീ പോയിക്കോ. I need to get away. ഉപ്പാക്ക് കടമാണ്. അതുകൊണ്ട് ഉമ്മയുടെ തറവാട് ഓഹരി വിൽക്കുകയാണ്. അത് നിങ്ങൾ തന്നെ എടുത്തോ. ഉമ്മയും അത് നിങ്ങളോട് തന്നെ എടുക്കാൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ അത് പുറത്തു പോവില്ലല്ലോ. മീമയ്ക്ക് കുറച്ചു പണം ഉപ്പ കൊടുപ്പാനുണ്ട്. അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മക്ക് അത് നല്ല ടെൻഷൻ ഉണ്ട്. 2 ലക്ഷം രൂപ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ഉമ്മ ചോദിച്ചിരുന്നു. ആ 2 ലക്ഷം രൂപ ഞാൻ അയച്ചിട്ടുണ്ട്. ശരി, താങ്ക് യു. വയർ എൻഡോസ്കോപ്പി ചെയ്യാൻ 6500 രൂപയായി. പണം അയക്കാൻ താമസിച്ചത് കൊണ്ട് ഉമ്മ കടം വാങ്ങിയാൻ അടച്ചത്. അതൊന്ന് അയച്ചു തരണേ. ശരി, ആ പണം ഞാൻ നാളെ തന്നെ അയക്കാം. ഉപ്പാ, ഹസീനക്ക് നാളെ വീണ്ടും ഒരു എൻഡോസ്കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞു 6500 രൂപയാക്കും. അത് നാളെ തന്നെ കൊടുത്തേക്കണം. മോനെ, നീ ഇന്നലെ പറഞ്ഞ പോലെ 6500 രൂപ ഒന്നും ആയില്ല. ഇവിടെ ആകെ 1500 രൂപയായിട്ടുള്ളൂ. വയർ എൻഡോസ്കോപ്പി ചെയ്യാൻ 6500 രൂപയായി.
ഇരിക്കൂ. എന്താണ് കാര്യം? സാർ, എന്നെ മുഹമ്മദ് വക്കീലാണ് ഇങ്ങോട്ട് അയച്ചത്. മുഹമ്മദ് കാക്ക എന്റെ ഒപ്പം ഒരു കസിനാണ്. അറിയാം, മുഹമ്മദ് വക്കീൽ എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആസിഫ്, ഇങ്ങോട്ട് നോക്ക്. ആസിഫ്, ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കണം. ഡിവോഴ്സ് കൊടുക്കാൻ പറയാൻ പോലീസ് സ്റ്റേഷൻ യാതൊരു അധികാരവുമില്ല. പോലീസ് പറഞ്ഞുകൊണ്ട് മാത്രം നീ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിന്നെ സമ്മർദ്ദത്തിലാക്കി പണം വാങ്ങാനാണ് അവളുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അവൾക്ക് വേണമെങ്കിൽ ഫസ്ക് ചെയ്യാം, അതല്ലെങ്കിൽ അവൾ മഹർ തിരികെ നൽകി വിവാഹമോചനം നേടാം. ഇതിനെയാണ് ഖുല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നീ പണം കൊടുത്ത് ഒത്തുതീർപ്പിന് നിൽക്കേണ്ടതില്ല. പോലീസ് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് പേടി. ഇനി അവർ കേസ് കൊടുത്താൽ ജയിലിൽ പോവേണ്ടി വരില്ല എന്ന്. ആ പേടിയാണ് അവരുടെ വിജയം. ഒരു കേസ് കൊടുത്തു എന്ന് കരുതി ആരോട് ജയിലിൽ പോവില്ല. നിയമപരമായി നമുക്കിത് നേരിട്ടാം. സാർ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒത്തുതീർപ്പ് എഗ്രിമെന്റിൽ നമ്മുടെ നിബന്ധനകൾ കൂടി എഴുതിക്കൂടെ? അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്തിന് അംഗീകരിക്കണം? അതാണ് വേണ്ടത് ദാസ്. നമ്മുടേതായ നിബന്ധനകൾ വെക്കാൻ നിനക്ക് പൂർണ്ണ അധികാരമുണ്ട്. ആരെയും പേടിച്ച് എന്തിലും പോയി ഒപ്പിടേണ്ട കാര്യം നിനക്കില്ല. നീ നിന്റെ നിബന്ധനകൾ പറയ്, നമുക്കത് എഗ്രിമെന്റിൽ ചേർക്കാം. സാർ, അതിൽ നിർബന്ധമായും ഒരു കാര്യം ചേർക്കണം.